नमस्कार। आज हम स्पिरिचुअल एनाटमी सेक्शन में आनंदमय कोश के बारे में बात कंटिन्यू करेंगे। ഇന്ന് നമ്മൾ ആനന്ദമയ കോശം, അതായത് സെക്കൻഡ് ചക്ര, അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു എന്താണ് ആനന്ദം, ആനന്ദങ്ങളുടെ തലങ്ങൾ. അപ്പോൾ ആനന്ദങ്ങൾ പല ലെവൽസ് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. हमने पिछले सेशन में डिस्कस किया था कि आनंद बहुत लेवल्स के हैं. सबसे लोअर लेवल है मनुष्य का आनंद. ये सबसे बड़ा आनंद है स्त्री और पुरुष के संबंध में जो होता है. അപ്പോൾ സ്ത്രീ പുരുഷ സംയോഗത്തിലുണ്ടാവുന്ന ആനന്ദമാണ് മനുഷ്യതലത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദം. ഏറ്റവും ഉയർന്ന ആനന്ദം പറഞ്ഞാൽ ബ്രഹ്മാനന്ദം. सबसे ऊंचा आनंद है ब्रह्मानंद. जब आत्मा परमात्मा से ऐसे योग हो जाता है, ആത്മാവും പരമാത്മാവുമായുള്ള യോഗത്തിലുണ്ടാവുന്ന ആ ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ഇതിന് പല ലെവൽസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് ഉള്ള ആ യാത്ര അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്നത് ഫസ്റ്റ് ചക്രയിലേക്ക് മാസ്റ്റർ പ്രാണാഹുതി നൽകുമ്പോഴാണ്. हमारा आत्मीय जो अवेकनिंग कब होता है, जब मास्टर प्राणाहुति से हमारे आत्मा को अवेकन करता है. फर्स्ट पॉइंट में जो अब तक नीचे की तरफ देखता था, जो अधोमुखी था, वो अब സബ്ജക്റ്റീവ് തരപ്പ് അന്തർ की तरफ झांकने लगता है. ആ പുറത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഈഗോ, അഹംബോധം ഉള്ളിലേക്ക് തിരിയുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ട് എന്താണ്, എൻ്റെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. मैं क्या क्या करता हूँ, इसमें मेरे मन में क्या चेंजेस होता है, क्या इफेक्ट होता है, इसके बारे में हम ज़्यादा ऐसे चिंता करते हैं. यही है बाबूजी महाराज बोलते हैं लव इज़ द इनर अवेकनिंग टू റിയാലിറ്റി. ബാബുജി മഹാരാജ് പറഞ്ഞിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇന്നർ അവേക്കനിങ് ടു റിയാലിറ്റി. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു യാത്രയാണ് നടത്തുന്നത്. हम सच में स्नेह का, प्रेम की एक यात्रा ही कर रहे हैं. ऐसे ज्ञान का विकास या കോൺഷ്യസ്നസ് का विकास, ये स्नेह का विकास ही है. ബോധത്തിൻ്റെ വികാസം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വികാസം തന്നെയാണ്. അപ്പോൾ ഞാനും അതേഴ്സും, ഞാനും മറ്റുള്ളതും ഒന്നായി ചേരുന്ന ആ അവസ്ഥ, അത് സ്നേഹത്തിന് മാത്രമേ സംഭവിക്കൂ. मैं और अदर्स दूसरा जब एक हो जाता है तभी अवेयरनेस होता है. यही है स्नेह. जैसे माता और बच्चे के बीच में जो रिलेशन है, बच्चे में जो भी फीलिंग होता है माताओं को अपने आप पता चलता है, क्योंकि ये दोनों इतने स्नेह में हैं. और जब मैं कुछ बात करता हूँ या कोई दूसरा मुझसे बात करता है, पूरी तरह वो पता चलने के लिए हमें प्रेम होना चाहिए. അപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയണം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം വേണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തലത്തു നിന്നാണ് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുക. उदाहरण है भगवत गीता. भगवान श्री कृष्ण ने अर्जुन को भगवत गीता दिया था. ऐसे महाभारत युद्ध के बीच में ही ये भगवत गीता का उपदेश हुआ था. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് മഹാഭാരതത്തിൻ്റെ ഇടയിലാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ അപ്പോൾ ചൂസ് ചെയ്തത്? കാരണം അന്ന് अर्जुन समर्पिച്ചിട്ടുണ്ടായിരുന്നു. उस टाइम पर अर्जुन ने समर्पण किया था, ऐसे सरेंडर किया था. मैं आपका शिष्य हूँ, आप मुझे बता दीजिए, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് അറിയില്ല, അങ്ങ് പറഞ്ഞുതരാം. അപ്പോൾ ഹെൽപ്ലെസ് സ്റ്റേറ്റ് വന്നപ്പോൾ ഈഗോ അവിടെ ഇല്ലാണ്ടായി. ഈഗോ ഇല്ലാണ്ടായപ്പോൾ ഭഗവാന് പൂർണ്ണമായിട്ടും ആ റെവലേഷൻ നൽകാൻ സാധിച്ചു. ഈഗോ ഉള്ളപ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് തിരിയാതിരിക്കുന്നത്. നമ്മുടെ അഹംബോധം പ്രോമിനൻ്റ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ പൂർണ്ണതയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യണം. जब हमारा अहंकार ईगो डोमिनेट करता है, जब वो सृष्टि की तरफ देखता है, तब अंदर की तरफ नहीं झांकता है. एकदम हेल्पलेस स्टेट में, निस्सहाय अवस्था में ही हम हमारे अंदर के പൂർണ്ണത की तरफ, മാസ്റ്റർ की तरफ देखते हैं. यही था अर्जुन का സ്ഥിതി. അതാണ് അർജുനൻ്റെ സ്ഥിതി. അപ്പം അങ്ങനെ ഒരു സമർപ്പണം വരുന്നത് സ്നേഹത്തിൽ മാത്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ത്യാഗം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ എന്ന് चार्जी महाराज बनंद. जब हम सैक्रिफाइस करते हैं अपने आप को, मैं क्या सैक्रिफाइस कर रहा हूँ,
मैं अपने आप को, अपने ഈഗോ को സാക്രിഫൈസ് करता हूँ, തബി ഉസ്കോ സ്നേഹ ബോൾ സകെ. അപ്പോഴേ പ്രേമം എന്ന് പറയാൻ പറ്റില്ല, അപ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പൂർണ്ണ ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ചക്രത്തിലൂടെ യാത്ര എന്ന്. അത് പൂर्ण नॉलेज की तरफ ये ज्ञान यात्रा हो रहा है. फर्स्ट पॉइंट का ज्ञान यात्रा भूमि और मेरा क्वालिटीज एक हो जाए. अब तक मैं सोचता था कि भूमि मेरे से डिफरेंट है, എൻ്റെ ശരീരവും പഞ്ചഭൂതങ്ങളും സെപ്പറേറ്റ്, എൻ്റെ ശരീരം എന്നാണ് നമ്മൾ പറയുക, എൻ്റെ ഭൂമി, എൻ്റെ വീട്. അപ്പോൾ ഞാനും അതും വ്യത്യാസമാണ്. പക്ഷേ ജ്ഞാനമാവുമ്പോൾ, യഥാർത്ഥത്തിൽ നോളജ് വരുമ്പോൾ ഞാനും അതും ഒന്നായി മാറുന്നു. ഈ ശരീരത്തിൻ്റെ നോളജ് പൂർണ്ണമായിട്ടും എൻ്റേതായി മാറുന്നു, ഈ ഭൂമിയുടെ നോളജ് എൻ്റേതായി മാറും. तब मेरा पूर्ण लय होता है, फर्स्ट चक्र का लय होता है, तब भूमि और मैं एक हो गया. भगवान श्री कृष्ण भगवद गीता में बोलता है कि मैं ही हूँ ये सब, मैं हूँ चंद्रमा, मैं हूँ सूरज, मैं हूँ भूमि, मैं हूँ भूमि का गंध, मैं हूँ हिमालय, मैं ही ये सब हूँ. मैं जो बोलता हूँ यही सब कुछ हो गया. ഞാൻ എന്ന് പറയുന്ന ഈ ഒരു പദം, അഹംബോധം തന്നെയാണ് ആ പൂർണ്ണതേനെ ഇതെല്ലാം ആക്കി തീർത്തിരിക്കുന്നത്. ആക്കി തീർത്തതിന് ശേഷം ഇതെല്ലാം വേറെ വേറെയാണ്, ഇത് എൻ്റേതാണെന്നൊരു തോന്നൽ വന്നു. ഇനി അതൊന്ന് തിരിച്ചു പോകണം, ഇതെല്ലാം ഞാനാണെന്ന് തിരിച്ചറിയണം. ആ ഞാനാണെന്ന് തിരിച്ചറിഞ്ഞ് അവസാനം ഞാൻ ആത്മൻ തന്നെയാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ने बोला है कि मैं आत्मन हूँ, जब ये सब नहीं था मैं तभी भी हूँ. ആത്മൻ തബി भी है, सबसे സൂക്ഷ്മ അവസ്ഥ में ആത്മൻ हूँ, ഞാൻ ആത്മനാണ്. അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവം എന്താണ്? ആത്മാവിൻ്റെ സ്വഭാവമാണ് ആനന്ദം. ആ ആത്മൻ എന്നുള്ള തലത്തിൽ, ഞാൻ എന്നുള്ള ഭാവത്തിൽ എസെൻസായിട്ട്, ഈ സൃഷ്ടിയുടെ മുഴുവൻ എസെൻസായിട്ട് നിലകൊള്ളുമ്പോൾ എൻ്റെ സ്വഭാവമാണ് ആനന്ദം. അതുകൊണ്ടാണ് ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആ കോശം ആനന്ദമാണ്, അഹംബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഭാവം, ഞാനെന്നുള്ള ഭാവം. അതാണ് ആനന്ദമയ കോശത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഫസ്റ്റ് പോയിന്റിന് നമ്മൾ ഡയറക്റ്റായിട്ട് മാസ്റ്ററുടെ അനുഗ്രഹത്താൽ സെക്കൻഡ് പോയിന്റിലേക്കാണ് പോകുന്നത്, നമ്മുടെ ഡീപ്പസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ആനന്ദമയ കോശം ആഴത്തിൽ ഏറ്റവും ഉള്ളിലുള്ള കോശമാണെന്നാണ് പറയുന്നത്. आनंदमय कोश 5 कोशों में सबसे डीप है. पहले अन्नमय कोश आता है, फिर प्राणमय कोश होता है, फिर मनोमय कोश होता है, फिर विज्ञानमय कोश होता है, फिर आनंदमय कोश होता है. അപ്പോൾ ആനന്ദമയ കോശത്തിലേക്കുള്ള യാത്ര നമ്മൾ പരമ്പരാഗതമായിട്ട് കേട്ടുള്ളത് സ്റ്റെപ്പായിട്ടാണ്. उपनिषद में बोलता है पहले अन्न ब्रह्मेदि वैजानात पता चलना चाहिए, फिर प्राणन ब्रह्मेदि वैजानात पता चलना चाहिए. ऐसे ज्ञान से लेकर आनंद ब्रह्मेदि वैजानात तक हमको धीरे धीरे बढ़ना चाहिए. അപ്പോൾ ആനന്ദ ബ്രഹ്മേദി വജാനാത്ത് എന്ന തരത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ മുന്നേറേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ആയുസ് മതിയാവില്ല. പിന്നെ അതുമാത്രമല്ല, ആനന്ദം നമ്മളെ കുടുക്കിക്കളയുന്നു. ഈ ആനന്ദം എന്നുള്ളത് പല ലെവൽസുമാണെന്നും നമ്മൾ ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ലെവൽ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നില്ല, അപ്പോൾ അവിടെ കുടുങ്ങിപ്പോകുന്നു. एक एक चक्र मीन्स एक ही चक्र नहीं, उसमें इन्फिनिट सब चक्रास है. बाबूजी महाराज टुवर्ड्स इन्फिनिटी बोलता है कि बहुत छोटे छोटे चक्र, अनगिनत चक्र है. एक एक चक्र अनवाइंड होते तक उसका एसेंस और मैं एक जब होता है तब मुझे आनंद होता है, उस लेवल का आनंद होता है, और मैं उधर स्टक हो जाता हूँ. ഞാൻ അവിടെ സ്റ്റക്കായി പോകാൻ സാധ്യത. അതുകൊണ്ട് അവധൂത ഗതിക്ക് പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മാസ്റ്ററുടെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ആദ്യം തന്നെ ഏറ്റവും ഉയർന്ന ആനന്ദം, നമ്മുടെ ആത്മൻ്റെ ആനന്ദം തന്നെ തരികയാണ്. इसलिए सहज मार्ग में हमारा मास्टर हमको सबसे बड़ा आनंद वो हम पहले से ही हमको ऐसे दे देते हैं. इसमें सब हमारा हेल्प करता है प्राण से प्राण ट्रांसमिशन तो ऊपर से डिसेंड होता है. सिक्स्थ चक्रा से डिसेंड होके फिफ्थ चक्रा तक आता है, और उसके बाद वो फर्स्ट चक्रा की तरफ സാധാരണ തലത്തിൽ ഫസ്റ്റ് ചക്ര की तरफ जाता है. സാധാരണ തലത്തിലേക്ക് ഫസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്, നമ്മൾ ഭൗതിക തലത്തിലേക്ക് ആണ് പോകുന്നത്. പക്ഷേ മാസ്റ്റർ പ്രാണസ്യ പ്രാണൻ നമ്മുടെ യഥാർത്ഥത്തിലെ തോട്ട് ഫ്ലോ डाइवर्ट ചെയ്യണം. अब मास्टर प्राणाहुति से ये थॉट फ्लो का थोड़ा भाग सेकंड पॉइंट की तरफ डाइवर्ट करता है. इसलिए हमारी श्रद्धा अंदर की तरफ जाता है. जब हमारा इंट्रोडक्टरी सिटिंग्स होता है, हमारी
श्रद्धा अंदर की हो जाता है। इसीलिए हम हमको ही ऑब्जर्व करने की वो ടെക്നിക് നമുക്ക് പത്താ ചത്ത वो സ്കിൽ നമുക്ക് പത്തായ നമുക്ക് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡയറി റൈറ്റിംഗ് എല്ലാം ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഉള്ള യാത്ര തുടങ്ങുന്നത് തന്നെ 45 കൊല്ലം വേണമെന്ന് പറയുന്നത്. 45 കൊല്ലത്തെ अविश्रांतमाയിട്ടുള്ള साधना വേണം. फर्स्ट पॉइंट में यात्रा चालू करने के लिए, यहाँ मूवमेंट चालू करने के लिए हमको 45 ईयर्स का साधना, 45 ईयर्स की साधना चाहिए. और जब ये यात्रा सेकेंड पॉइंट की तरफ डाइवर्ट होता है, इसके 5 टाइम्स 225 ईयर्स लगता है. अगर हमको सेकेंड पॉइंट पहुंचना है तो इतना टाइम लगता है. पर मास्टर प्राणाहुति हमको देते हैं, इसलिए ये फर्स्ट सिटिंग में ही हो सकता है. यही मास्टर्स बोलते हैं कि हमारा यह यात्रा सेकेंड पॉइंट की तरफ ये जो मूवमेंट है फर्स्ट सिटिंग इंट्रोडक्टरी सिटिंग्स में ही हो सकता है. अगर अभ्यासी इतना तैयार है तो फर्स्ट सिटिंग में भी हो सकता है. और ये जब ये यात्रा हो सकता है, शुरू में थोड़ा हेवीनेस होता है. अब बाबूजी महाराज क्या बोलते हैं इसके बारे में हम ये पढ़ेंगे. टुवर्ड्स इन्फिनिटी, सेकेंड नोट. Our intensity of devotion now forces our way into it. It must be borne in mind that on entering into every successive knot, there is a slight feeling of heaviness in the mind, on account of which people often discontinue the practice. But if we take into consideration that every attack of illness is followed by the restoration of good health, we will be encouraged better to attempt crossing of the knots. हमारा डिवोशन, हमारी भक्ति हमें സെക്കൻഡ് നോട്ട് की तरफ പുഷ് करता है. നമ്മളെ സെക്കൻഡ് നോട്ടിലേക്ക് പുള്ളി ചെയ്യുന്നത് നമ്മുടെ ഭക്തിയാണ്. അപ്പോൾ ഓരോ നോട്ടിലെത്തുമ്പോഴും ബാബുജി മഹാരാജ് പറയുന്ന ഒരു ഭാരം ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സാധന വിട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. हमारे अंदर एक हेवीनेस फील होता है. जैसे हम एक जगह से नई एक जगह ट्रांसफ़र हो जाए तो क्या हमारे फीलिंग होता है. പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആകുമ്പോൾ നമുക്ക് ആ സ്ഥലം ഒരു അഡ്ജസ്റ്റ് ആകാൻ പറ്റാതെ തോന്നും. പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വിട്ടിട്ട് പോകാൻ തോന്നും. അതുപോലെ തന്നെയാണ് ഒരു നോട്ടിൽ നിന്ന് മറ്റേ നോട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്നത്. उसी टाइम पर अभ्यासी को बहुत हेल्प करना चाहिए. प्रेम से उसको सत्संग में बुलाना चाहिए, बार बार सिटिंग में उनको लेके आना चाहिए. ये कंडीशन अगर हम उससे आगे जाए तो ये प्रॉब्लम कंडीशन बदल जाएगा. അങ്ങനെ നമുക്ക് അതൊന്ന് തരണം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് നോട്ടിലേക്ക് നമ്മൾ കടന്ന് എത്തിച്ചേരും. Now the tone of spiritual experiences further changed. We feel considerably relieved of the previous denser effect. A clearer view of reality now begins to dawn. Lightness develops to the extent of simplicity all through, though perfect purity is yet far off. This condition comes in about the end of the second knot. Here we feel glimpses of soul, and our experiences at this point are of similar nature. For this reason it is known as the seat of the soul, seat of Atman. Cleanliness and simplicity are the characteristic features of this state. A feeling of moderation is also experienced to a certain extent. बाबूजी महाराज बोलते हैं कि इसमें इसको ही आत्मन का पॉइंट बोलते हैं. सेकेंड पॉइंट को आत्मन का पॉइंट बोलता है, क्योंकि इधर हम आत्मा का ग्लिम्सेस, आत्मा का दर्शन हमको धीरे धीरे होता है. यहाँ का कैरेक्टर क्या है? शुद्धि, क्लेanलीनेस और सिंप्लिसिटी, सरलता, പരിശുദ്ധിയും സിംപ്ലിസിറ്റിയും, പിന്നെ സന്തുലിതാവസ്ഥ, മോഡറേഷൻ, ഒരു ലെവൽ വരെ മോഡറേഷൻ. ഇതൊക്കെയാണ് ഈ സെക്കൻഡ് പോയിന്റിൻ്റെ സാധാരണ ഫീച്ചേഴ്സ്. അപ്പോൾ ആത്മാവിൻ്റെ ഈ പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു ക്ലെൻലിനെസ് തോന്നുന്നു, നമുക്കൊരു സമാധാനം തോന്നുന്നു, सेटल्ड अवस्था दोनों, कामनेस, शांति होती है, सेटल्ड अवस्था होता है, आगे जाना, ऐसे आगे जाने का मन नहीं होता है. ये प्रॉब्लम. സെക്കൻഡ് പോയിന്റിൽ സ്റ്റക്ക് ആവാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ കിട്ടുന്നൊരു ആനന്ദം, ആ ബ്ലിസ്, ആ ഒരു സമാധാനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമായി നിൽക്കുന്നു. There are innumerable subpoints, the detailed description of which is not of much consequence, and their differences beyond words to explain. In short, now the blissful conditions of the sphere of the soul are being unveiled to us. We get acquainted with characteristic features of the region, and by continued meditation we secure our merging into it. The first covering is now removed, and we begin to sense the fragrance of the soul, and similar visions appear within and without. जब हम इस पॉइंट के ऐसे कंडीशन ऐसे धीरे धीरे एक्वायर होता है, तब हमको ज़्यादा मेडिटेशन करना चाहिए. നമ്മൾ ഒരു പോയിന്റിലേക്ക് മാസ്റ്റർ എത്തിക്കുമ്പോൾ
നമ്മൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്ത് അത് നമ്മൾ ഇംബൈബ് ചെയ്യണം, അത് നമ്മുടേതാക്കി മാറ്റണം, എൻലൈവൻ ചെയ്യണം, നമ്മുടെ സ്വഭാവത്തിൽ അത് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ അത് മെർജ് ചെയ്യണം. അതാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഉള്ളിലും പുറമും ഒരുപോലെ ആവുള്ളൂ. നമ്മൾ ഉള്ളിൽ समाधान അനുഭവിക്കുമ്പോൾ പുറത്തും സമാധാനം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. जब अंदर हमको ब्लिस आता है और कामनेस आता है, ये हमको बाहर प्रकट करना चाहिए. तभी बोलेंगे कि इस अवस्था में मर्जेंस हुआ, इस चक्र में मर्जेंस हुआ. ഞാൻ ശാന്തനാണ്, ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇറിറ്റേഷൻ വരികയാണെങ്കിൽ हम बोलते हैं कि मैं बहुत काम हूँ, मैं शांत हूँ, पर कैरेक्टर में ये नहीं दिखा देता है. मैं आंख बंद के बैठता हूँ तो सोचता हूँ कि मैं बहुत काम हूँ, आंख खोलता हूँ तो मुझे इंटॉलरेंस आता है, मुझे घमंड आता है, मुझे क्रोध आता है. तभी ऐसे नहीं बोल सकते मैं इस पॉइंट में मर्ज हुआ है. അപ്പോൾ മെർജൻസ് വരുമ്പോൾ അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നു. ആത്മാവിൻ്റെ ആ കാംനെസ് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നു. അൺലെസ് വി ഹാവ് അറ്റൈൻഡ് full realization of this state, we cannot claim to have acquired knowledge at all. If we try to develop it by force of concentration, it will be only sham. The extraordinary mental visions will no doubt come to view, but since they have resulted from the exercise of thought power, they will only serve as a bondage to keep us ensnared so tightly that it shall almost be impossible to extricate ourselves from it. A true aspirant is he who adopts the right course and the right procedure from the beginning to end. जब हमको ये पॉइंट का साक्षात्कार होता है तब ये हमारा कैरेक्टर होता है. ऐसे हमारे मन में ऐसे संकल्प से नहीं हो सकता है. ऐसे मैं सोचता हूँ कि मैं काम हूँ, मैं शांत हूँ, मैं संतुष्ट हूँ, ऐसे सोच के बैठने से मैं संतुष्ट नहीं होगा. ऐसे जब बड़े बड़े फंक्शंस है उसमें हम अच्छी तरह बिहेव करते हैं, पर छोटे छोटे टाइम पर जब कोई मुझे देखता नहीं हूँ मैं कैसे बिहेव करता हूँ, എന്നെ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഞാൻ എപ്പോഴാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് എൻ്റെ സ്വഭാവം. वही है मेरा कैरेक्टर है. अगर मैं सच्ची उसमें ब्लिस मेरा कैरेक्टर हो गया तो मैं सभी टाइम पर ऐसा अनकंडीशनल हैप्पीनेस, बाहर जो भी होता है, बाहर जो भी अनुभव मुझे होता है, मुझे अंदर वो अफेक्ट नहीं करता है. मैं उसको कामनेस से फेस कर सकता हूँ, मैं हैप्पीनेस से काम कर सकता हूँ. नहीं तो ऐसा मन व संकल्प ही रहेगा. हम सभी को अच्छी तरह बिहेव करेंगे पर अंदर दूसरा एक आदमी बैठा होगा, दूसरा पर्सनालिटीज अंदर होगा, हमारे अंदर वो स्प्लिट होगा. ये हमको ट्रांसेंड करना है. दिस सेकंड नॉट्स कवर्स द एंटायर स्फीयर ऑफ द सोल. इट कंप्राइजेस इन्यूमरेबल सब पॉइंट्स अपीयरिंग इन द फॉर्म ऑफ लेयर्स settled round one after the other and which we have to get over in order to emerge out of the region. Anyhow, we exert ourselves to get out of and arrive at the next stage with the help of divine grace. Now our entry to the next sphere of divine enlightenment justifies our claim to have become jnani or knower up to that extent. इस नोट से हम कैसे बाहर आ सकते हैं? डिवाइन ग्रेस से, मास्टर के ग्रेस से ही हम आ सकते हैं. इसलिए हमको रेगुलर साधना करना है और साधना में हमारा लक्ष्य एकदम हमारे मन में ऐसे ऑब्जर्व होना चाहिए. मेरा लक्ष्य क्या है? मुझे मास्टर जैसे बनना है. वो मास्टर द वर्ड द റിയൽ ഗോൾ. ഈ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടാവണം. ഓരോ ചക്രത്തിലൂടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവം, ഒരു ഭക്തന്റെ സ്വഭാവം. എന്താണ് യഥാർത്ഥ ഭക്തൻ? തുല്യനിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനചിത് अनिकेतः स्थिरमतिः भक्तिमान में प्रियः. जो निंदा और स्तुति में एक जैसा ही बिहेव करता है. നിന്ദിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും അവന് കുലുക്കല്ല, ഒരേപോലെ बिहेव ചെയ്യുന്നു. अनिकेत स्थिरमति, अनिकेत है जो एक ही स्थल पर नहीं टिकता है और मन स्थिर है. ये इन्वर्टेंडो जैसा लगता है, मैं ഓപ്പോസിറ്റ് जैसा लगता है. ഇത് ഓപ്പോസിറ്റായി തോന്നും, പക്ഷേ ഇതാണ് ശരിക്കുള്ള ഒരു ഭക്തന്റെ സ്വഭാവം. ഇപ്പോൾ നമ്മൾ പരിവ്രാജകൻ എന്നുള്ള പദം കേട്ടിട്ടുണ്ട്. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിക്കില്ല, ഇങ്ങനെ പല സ്ഥലങ്ങളിലും. കാരണം ഒരു സ്ഥലത്ത് താമസിച്ചാൽ അവിടെ അറ്റാച്ച്മെന്റ് വരും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാത്തവരാണ് പരിവ്രാജകൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരു സ്ഥലത്ത് നിൽക്കില്ല എന്നാണ്. ഒരു കണ്ടീഷനിലും स्टिक ചെയ്യാത്ത ഒരാൾ. परिव्राजक माने जगह बाहर के जगह से संबंध नहीं है. परिव्राजक अनिकेत अंदर कनेक्टेड है. मैं कोई एक स्थल पर कंडीशन पर नहीं टिकूंगा क्योंकि मैं സ്ഥിരമതി हूँ. അതാണ് സ്ഥിരമതി. എൻ്റെ
ഗോൾ ഫിക്സ്ഡ് ആണ്, എനിക്ക് അദ്ദേഹത്തെ പോലെ ആയിത്തീരണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഗോൾ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാംനെസ്, सेकंड पॉइंट के ब्लिस और जो शांति है उसमें फंस नहीं जाएंगे. സെക്കൻഡ് പോയിന്റ് ബ്ലിസ്സും ഈ കാംനെസ് കാണുമ്പോൾ എനിക്കിനി മുന്നോട്ട് പോകണ്ട, ഞാൻ എത്തി എന്ന് തോന്നും. ആനന്ദം അനുഭവിച്ചു, ഇനി എന്താ പോകേണ്ടത്? അപ്പോൾ ആനന്ദം ഈഗോന്റെ ഏറ്റവും ഉയർന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അഹംബോധത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള ഏറ്റവും ഉയർന്ന സ്വഭാവമാണ് ആനന്ദം. അത്രേ ഉള്ളൂ. അത് സൂക്ഷ്മ ശരീരത്തെ അനുഭവമാണ്. അത് നമ്മുടെ സോഴ്സിന്റെ അടുത്താണെന്ന് മാത്രം. സച്ചിത് ആനന്ദം. ഇപ്പൊ ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിൽ പറയുന്നു, നമ്മളെല്ലാവരും ഈ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. लालाजी महाराज ट्रूथ एटर्नल में बोलता है कि ये आनंद सभी लोग, जो राजा हो या भिखारी, सभी लोग ये आनंद एक्सपीरियंस करते. कब? सुषुप्ति अवस्था में. जब हम डीप स्लीप में सुषुप्ति अवस्था में है, हमारा मन सीधा सेटल हो जाता है, तभी हमारा इतना रिफ्रेशमेंट होता है क्योंकि हमने आनंदमय को टच किया है. നമ്മൾ സുഷുപ്തി അവസ്ഥയിൽ ആനന്ദമയ കോശം ടച്ച് ചെയ്തു. നമ്മൾ ഈശ്വരന്റെ ദർശനം ഉണ്ടായി, ഈശ്വരന്റെ തൊട്ടടുത്തുനിന്ന് ഈശ്വര ദർശനം സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാ പേഴ്സണാലിറ്റീസും, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് എല്ലാം ഒന്നായിട്ട് ഒറ്റ പോയിന്റായിട്ട് മാറി. നമ്മൾ പുറത്തു വന്നിട്ട് ഇങ്ങനെ അത് ഡയഗ്രാമാറ്റിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാം. സുഷുപ്തി അവസ്ഥയാകുമ്പോഴേക്കും ഇവിടെ എത്തി. ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ സോഴ്സ്. ഇവിടെയാണ് ആനന്ദം അനുഭവിക്കുന്നത്, ആനന്ദമയ കോശം. ഇതിൻ്റെ ഇടയിൽ സ്വപ്നാവസ്ഥയുണ്ട്. സ്വപ്നാവസ്ഥ ജാഗ്രത അവസ്ഥയെക്കാളും വിശാലാണ്. ജാഗ്രത അവസ്ഥ ईगो फोकस ചെയ്യുന്ന ഒരു സ്ഥലം. जागृत अवस्था में हमारा ईगो एक जगह पर है, स्वप्नावस्था में एक्सपैंड होता है, हमने यूनिवर्स का पूरा एक्सपेंशन होता है. और सुषुप्ति अवस्था में एकदम ഫ്യൂസ് ഓക്കെ ആനന്ദമയ കോശം, വഹി ആനന്ദമയ കോശം. പക്ഷേ നമ്മൾ സുഷുപ്തി അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കത് മിസ്സാവുന്നു, ആ ആനന്ദം മിസ്സാവുന്നു. നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ കിട്ടുന്ന ആനന്ദം നമുക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ട്, हम सब डीप स्लीप अनुभव करते हैं, सुषुप्ति अनुभव करते हैं, पर हम वो सुषुप्ति का आनंद हमारे जीवन में नहीं ला सकते क्योंकि हम अवेयर नहीं है. കാരണം എന്താ? നമ്മൾക്ക് അവയർനെസ് ഇല്ല, നമുക്ക് അതിനെപ്പറ്റി ബോധമില്ല. ഉറങ്ങുന്ന അവസ്ഥയിൽ ഡീപ്പ് സ്ലീപ്പിൽ ഞാൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇല്ല. जब मैं बोलता हूँ कि मैं गाढ़ निद्रा में था, तब मैं नहीं था. मैं बाहर आके बोलता हूँ कि मैं गाढ़ सुषुप्ति में था, पर जब मैं सुषुप्ति में था तब मैं नहीं था. इसीलिए मुझे अवेयरनेस नहीं कि मैं कहाँ था, मुझे क्या अनुभव, मैं वो ला नहीं सकता. नहीं तो जो आदमी सुषुप्ति में जाता है, बाहर आते वक्त अच्छा बन के आना चाहिए. അപ്പോൾ സാധാരണ ഇല്ലെങ്കിൽ എന്താ, സുഷുപ്തി അവസ്ഥ അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരണ്ടായിരുന്നു, ആനന്ദം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണ്ടായിരുന്നു, ആ സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ സംഭവിച്ചില്ല. എത്ര സമാധാനം അനുഭവിച്ചാലും ഡീപ് സ്ലീപ്പ് പുറത്തേക്ക് ഒരു പഴയ ആളന്നെ, കാരണം നമുക്ക് അവയർനെസ് ഇല്ല. അതുകൊണ്ടാണ് ലാലാജി മഹാരാജ് പറയുന്നത് അവേർനെസ് ഇൻ സുഷുപ്തി. अवेयरनेस इन सुषुप्ति, हमारे डीप स्लीप में अवेयरनेस हमने लाया तो हमारा ये लिमिटेशन चला जाएगा. നമ്മുടെ ഈ പരിമിതി മാറ്റണം എന്നുണ്ടെങ്കിൽ സുഷുപ്തിയിൽ അവയർനെസ് കൊണ്ടുവരണം. അതാണ് മാസ്റ്റർ നമ്മളുടെ സാധനയിൽ ട്രാൻസ്മിഷനിലൂടെ നമുക്ക് തരുന്നത്. മാസ്റ്റർ ട്രാൻസ്മിഷൻ തരുമ്പോൾ നമ്മുടെ അഹംബോധം നമ്മുടെ എസെൻസിലേക്ക് കണക്ട് ചെയ്യണം. जब हम मेडिटेशन करते हैं, ट्रांसमिशन के हेल्प से, सहाय से हम मेडिटेशन करते हैं, तब हमारा लक्ष्य, हमारा एसेंस, हमारा फाइनल वर्जन, हमारे अंदर का मास्टर वो हम देखते हैं, നമുക്ക് उसका दर्शन होता है, നമ്മളെ മാസ്റ്റർ ദർശനം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ സുഷുപ്തിയുടെ അവസ്ഥ താണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് മർജ് ചെയ്യാണ്. സമാധി അവസ്ഥയാണ്, സുഷുപ്തിയുടെ അപ്പുറത്താണ് സമാധി അവസ്ഥ. അപ്പോൾ ആ സമാധി അവസ്ഥയിലേക്ക് പോയിട്ട് സമാധി അവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ സമാധി हमारे देते हैं और मास्टर हमको बाहर आने को देते हैं. നമ്മൾക്ക് ആ സമാധി ആ അതിൻ്റെ ആനന്ദം നൽകിയിട്ട് മാസ്റ്റർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി മാസ്റ്റർ പറയുന്നത് എന്താണ്? ഇനി ആനന്ദം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യൂ. ആനന്ദം എന്ന് പറയുന്നത് പല ലെവൽസാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യൂ. അപ്പോൾ സെക്കൻഡ് ചക്രയിൽ ഒരാളെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് ഒരു വലിയൊരു സ്വഭാവം വരുന്നു. കാരണം അയാൾക്ക് ആ ഉള്ളിൽ കാംനെസ് സ്റ്റേബിൾ ആവാൻ തുടങ്ങും.
പക്ഷെ അതിലേക്ക് അറ്റാച്ച്ഡ് ആവാതെ എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം. वो जो शांति मिलता है, वो ब्लिस होता है, इसको मैं अटैच नहीं होता है, आगे मुझे जाना है. ये हमको ये शक्ति क्या देता है? कौन कौन देता है? ये मास्टर देता है, प्राणाहुति देता है. അതുകൊണ്ട് തന്നെ മാസ്റ്റർ നമ്മളെ ആനന്ദം മാത്രം പോരാ, ആനന്ദത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസ്റ്റ്ലെസ്നെസ്, हमारे अंदर जो रेस्टलेसनेस है वो भी हमको चाहिए आगे जाने के लिए. मैं इधर नहीं टिकता, मुझे अनिकेत रहना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ, ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്നും उयर्निट कंटेनमेंट की तरफ, फर्स्ट पॉइंट में आशाओं की जगह से हम संतृप्ति की तरफ जाता है, पर पूरा नहीं जाता, हम मिडिल कोर्स में जाते हैं. क्योंकि डिजायर हमको ट्रांसफॉर्म करना चाहिए, हमारे आशाएं हमको ट्रांसफॉर्म करना चाहिए. वो जो काम है, बाबूजी महाराज ने बोला कि काम और क्रोध दिव्य स्वभाव है, कामों क्रोधം दिव्य വികാരങ്ങളാണ്. അപ്പോൾ ആ കാമത്തിനെ നമ്മൾ ഭക്തിയാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. जो हमारे अंदर का जो काम है, डिजायर है, वो भगवान की तरह, मास्टर की तरह भक्ति में ट्रांसफॉर्म करना चाहिए. और यही भक्ति हमारे अंदर वो रेस्टलेसनेस क्रिएट करता है. അപ്പോൾ ഇവിടെയും നമ്മൾ ഉള്ളിലൊരു ക്രേവിങ്, റെസ്റ്റ്ലെസ്നെസ്, എനിക്ക് മാസ്റ്റർ പോലെ എത്തണം. അപ്പോൾ രണ്ട് പാർട്ടുണ്ട്. സെക്കൻഡ് പോയിന്റിൽ എത്തുമ്പോൾ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് ആ സമാധാനം ഉണ്ട്. പക്ഷേ ഈ സമാധാനത്തിൽ ഇവിടെ നിൽക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് മാസ്റ്റർ പോലെ ആവണം. അതുകൊണ്ട് ഞാൻ അത് വിട്ടുപോകാൻ തയ്യാറാണ്. ഈ ലെവലിൽ സമാധാനം നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ये भी त्याग करना चाहिए. हमारे अंदर जो लक्ष्य है उनके जैसा, जो इस आनंदमय कोश के भी ऊपर है, उसका भी ओरिजिन है, उधर हमको पहुंचना है. इसलिए हमको अंदर वो रेस्टलेसनेस क्रिएट होना चाहिए, जो सच में ये रेस्टलेसनेस है, हमारे यूजुअल रेस्टलेसनेस नहीं है, हमारे ईगो का रेस्टलेसनेस नहीं है. ये रेस्टलेसनेस हमारे अंदर का एक फीलिंग है, പുറമേയുള്ള ആഗ്രഹങ്ങളല്ല, ഉള്ളിലുള്ള ഒരു ക്രേവിംഗ് ആണ്. തുളസീദാസിൻ്റെ ഒരു കഥയുണ്ട്. തുളസീദാസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വളരെയധികം സ്നേഹത്തിലായിരുന്നു. തുളസീദാസ്, संत तुलसीदास, वो एक प्रोस्टिट्यूट से, एक वेश्या स्त्री से प्रेम करता था. ഒരു ദിവസം രാത്രി പെരുമഴ പെയ്യാണ്. പെരുമഴ പെയ്യുമ്പോൾ തുളസീദാസിന് ഈ സ്ത്രീനെ കാണണം. അപ്പോൾ മഴയത്തിറങ്ങുമ്പോൾ പുഴ ക്രോസ് ചെയ്യണം. അപ്പോൾ പുഴ ക്രോസ് ചെയ്യാൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പുഴ ക്രോസ് ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കുക, ഒരു മരത്തടിയാണെന്ന് വിചാരിച്ച ഒരു സാധനത്തെ പിടിച്ചു തൂങ്ങിയിട്ട് അക്കരയ്ക്ക് വിടുന്നു. बारिश हो रहा था एक दिन एक रात, और तुलसीदास को इतना अंदर वो फीलिंग है कि उसे मिलना ही है. और जब बाहर निकलता है तो जो नदी है वो उसमें बाढ़ है, वो पार नहीं कर सकता है. उसने ये कैसे पार करूं ऐसे सोचा, तो एक लकड़ी का टुकड़ा उसने ऐसा सोचा, उसमें पकड़ के वो क्रॉस किया. അവിടെ ചെല്ലുമ്പോൾ വീട്, ഈ വേശ്യാസ്ത്രീയുടെ വീട്ടിന് മുകളിൽ വെളിച്ചുണ്ട്, അവരവിടെയാണ്. അപ്പോൾ അവിടേക്ക് കയറണം. അപ്പോൾ കോണി കൂടെ കയറാൻ വാതിലടച്ചിരിക്കുകയാണ്. മുകളിൽ കയറി കയറും. അപ്പോൾ ഒരു കയറാണെന്നൊരു സാധനത്തെ പിടിച്ചിട്ട് മുകളിൽ കയറും. അപ്പോൾ स्टोरी में जाना है, इसीलिए सीढ़ी नहीं जा सकते, क्योंकि दरवाज़ा बंद था. तो तुलसीदास जी ने क्या किया, वो एक रस्सी, उसने सोचा कि वो रस्सी है, उसको पकड़ के वो अपर स्टोरी में घुस गया. और वो खटखड़ाया, दरवाजे पे खटखड़ाया, वादिल में मुट्टी. अभी स्त्री पुറത്തു വന്നിട്ട് അങ്ങ് ഈ സമയത്തോ आप इस टाइम पर कैसे आ गए? तो उन्होंने बोला कि मुझे आपको देखना ही था, मैं इतना तरस रहा था, എനിക്ക് ഇങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കയറ് തൂങ്ങി വന്നു, मैं रस्सी पकड़ के आया. तो देखा तो वो रस्सी नहीं है, वो एक सांप था, പൈത്തണായിരുന്നു. പിന്നെ പുഴയിലേക്ക് പോയി. ഈ ലക്കടി എന്ന് വിചാരിച്ചത് അതൊരു ഡെഡ് ബോഡി ആയിരുന്നു. जो उसने लकड़ी सोचा वो एक डेड बॉडी था, वो एक लाश था. तो वो प्रोस्टिट्यूट ने पूछा, उसने बोला, प्रोस्टिट्यूट പറഞ്ഞു, അങ്ങേക്ക് എന്നോടുള്ള ഈ സ്നേഹം അദ്ദേഹത്തിനോടായിരുന്നെങ്കിൽ അങ്ങ് എവിടെ എത്തിപ്പോയനെ? जो प्रेम आप मुझे दिखा रहे हैं वो उनको दिखाया, भगवान को दिखाया, तो हम कहाँ पहुँच जाएंगे? तभी से वो ट्रांसफॉर्म हो गया. यही है हमारा स्टोरी. हमारा जो लोअर लस्ट है उनको हम मास्टर की तरफ प्रेम करके बदलना चाहिए. ഇതാണ് ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് പുള്ളി ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ആനന്ദമയ കോശത്തു നിന്ന് തേർഡ് പോയിന്റിലേക്ക്, ഫയർ പോയിന്റിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇനി ഈ സെക്കൻഡ് പോയിന്റിൻ്റെ ജ്ഞാനയാത്രയിൽ ഒരു സ്റ്റെപ്പ് സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും തമ്മിലൊരു ഹാർമണിയാണ്, ഒരു സമഞ്ജസത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ ഉണ്ടാകുന്ന കാംനെസ്സും തേർഡ് പോയിന്റിൽ ഉണ്ടാകുന്ന ലവ്, തേർഡ് പോയിന്റിൻ്റെ ഫീച്ചർ ലവ് ആണ്. ഫയർ എലിമെന്റ്, ഫയറിൻ്റെ സ്വഭാവമാണ് ലവ്. ലവിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആങ്കർ, ക്രോധ്. അപ്പോൾ ഫയറിന് രണ്ട് സ്വഭാവമുണ്ട്.
ഫയർ വെളിച്ചം നൽകുന്നു. സൂര്യൻ തീനാളം വെളിച്ചം അതേ സമയത്തിന് കത്തിക്കണം. നമ്മുടെ ഉള്ളിലുള്ള താഴേക്ക് വലിക്കുന്ന ഭാവനകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ താഴേക്ക് പുള്ളിന്ന് എന്തിനേയും എടുത്തു കളയാൻ പറ്റുന്ന മാസ്റ്ററിലേക്ക് മാത്രം ഡൈവേർട്ട് ചെയ്യുന്ന ഒരു തീനാളം പോലെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വളരണം. അപ്പൊ ഇതും കാംനെസ്സും അതും കൂടിയും ഒരു ഹാർമണിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലവ് ആൻഡ് ഡിവോഷൻ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ മാസ്റ്ററോട് തന്നെ പ്രാർത്ഥിക്കുക. അത് ബാബുജി മഹാരാജ് മാസ്റ്ററുടെ ഗ്രേസ് അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന കണ്ടീഷനെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ജീവിതത്തിൽ സ്വഭാവമായി പരിവർത്തനം ചെയ്യുക. അങ്ങനെ സ്വഭാവമായി പരിवर्तन ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നത് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും. हमें जो कंडीशन मिलता है वो हमको कैरेक्टर ट्रांसफॉर्मेशन में AEIOU से हमारा कैरेक्टर बनाना चाहिए. जब मैं एक क्वालिटी में मुझे मेरा हो गया तब मैं ഹയർ ലെവൽ देख सकता हूँ. ഞാനൊരു ക്വാളിറ്റി എൻ്റെ അത് മാറുമ്പോൾ എന്നെക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് ഈ ക്വാളിറ്റിയുടെ ഉറവിടത്തിലേക്ക് എനിക്ക് നോക്കാൻ സാധിക്കും. തബി മേ മാസ്റ്റർ की तरफ देखता हूँ. അപ്പോൾ മാത്രമേ എനിക്ക് മാസ്റ്റർ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ ഒരു ഭക്തനായിട്ട് മാറുള്ളൂ. മാസ്റ്റർ പോലെ ആയിത്തീരുക, അതാണ് ഭക്തന്റെ സ്വഭാവം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് അടുത്ത ഈ സെഷനിൽ നമുക്ക് സെക്കൻഡ് പോയിന്റിന്റെ ഫയർ എലിമെന്റ്, സെക്കൻഡ് പോയിന്റ് ഫയർ എലിമെന്റ് 12 o'clock ആണ്. സെക്കൻഡ് പോയിന്റ് 12 o'clockലാണ്. അതിൽ നമ്മൾക്കിന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. धीमे से आंख बंद के शांत होके बैठिए. हृदय में स्थित दिव्य प्रकाश का स्रोत मन को ആകർഷിത് करते हुए महसूस कीजिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. മൻമേ जो चिंताएं आती है उनको जेंटली इग्नोर कीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ജെന്റിലായിട്ട് ശ്രദ്ധ സെക്കൻഡ് പോയിന്റിലേക്ക് കൊണ്ടുവരൂ. धीमे से अपना अटेंशन सेकंड पॉइंट की तरफ लाइए. सेकंड पॉइंट क्लीनिंग आना. पहले सेकंड पॉइंट का क्लीनिंग करेंगे. सेकंड पॉइंट सेंटर ईदर एलिमेंट ക്ലീൻ हो रहा है. സെക്കൻഡ് പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഈതർ എലിമെൻറ്റ് അത് ക്ലീൻ ആവുകയാണ്. ഈ തേർഡ് പോയിന്റിൽ ഈതർ എലിമെൻറ്റ് 9 o'clock പൊസിഷൻ ക്ലീനിങ് നടക്കുകയാണ്.
थर्ड पॉइंट फायर पॉइंट में क्लीनिंग 9 o'clock क्वेश्चन ईथर एलिमेंट क्लीनिंग हो रहा है। थर्ड पॉइंट 6 o'clock क्वेश्चन ईथर एलिमेंट। थर्ड पॉइंट 6 o'clock क्वेश्चन ईथर एलिमेंट क्लीनिंग हो रहा है। फोर्थ पॉइंट ईथर एलिमेंट 6 o'clock क्वेश्चन। फिफ्थ पॉइंट 3 o'clock क्वेश्चन ईथर एलिमेंट क्लीनिंग हो रहा है। फर्स्ट पॉइंट 12 o'clock क्वेश्चन ईथर एलिमेंट क्लीनिंग हो रहा है। फर्स्ट पॉइंट है 12 o'clock क्वेश्चन ईथर एलिमेंट ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കുക। തിരിച്ച് सेकंड पॉइंट सेंटरലേക്ക് വരും। सेकंड पॉइंट के सेंटर में आ जाइए। तो सेकंड पॉइंट ईथर एलिमेंट क्लीनिंग കഴിഞ്ഞു। फिर क्लीनिंग कंप्लीट हो गया है। आज हम मेडिटेट करेंगे सेकंड पॉइंट के फायर एलिमेंट पर। ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പോയിന്റ് ഫയർ എലിമെന്റ്, അത് 12 o'clock ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. സെക്കൻഡ് പോയിന്റ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ബ്ലിസ്, ആനന്ദം, കാംനെസ്, ശാന്തി, പീസ്, സമാധാനം, ഇതെല്ലാം എൻ്റേതായി മാറുകയാണ്. ജെൻറ്റിലായിട്ട് ശ്രദ്ധ 12 o'clock ക്വസ്റ്റ്യൻ, സെക്കൻഡ് പോയിന്റ് 12 o'clock ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരൂ. സെക്കൻഡ് പോയിന്റ് 12 o'clock ക്വസ്റ്റ്യൻ ഫയർ എലിമെൻറ്റ്. फायर एलिमेंटिൻ്റെ स्वभावങ്ങൾ, फायर एलिमेंट का जो नेचर है, कैरेक्टर्स है, लव, डिवोशन, ഇതും പ്രേമവും ഭക്തിയും സെക്കൻഡ് പോയിന്റിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് हारमोनीയിലേക്ക് വരികയാണ്. सेकंड पॉइंट का और फायर एलिमेंट का क्वालिटीज हारमोनी में हो रहा है.
ओके। मास्टर की कृपा से ये सब क्वालिटीज मेरे कैरेक्टर में മാനിഫെസ്റ്റ് होगा. മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ഈ ക്വാളിറ്റീസ് എല്ലാം എൻ്റെ സ്വഭാവത്തിൽ പ്രകടമാവും. ഈ സങ്കല്പത്തിൽ കണ്ണു തുറക്കും. ധീമേ സെ ആँख खोलिए.